ഹായ്, ഹലോ, ഐ എം ആഷിം. വി ആർ ക്രിയേറ്റീവ് എന്നൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മാർക്കോ എന്ന ഉണ്ണിമുകുന്ദൻ മൂവിയുടെ റിവ്യൂമായിട്ടാണ്. ഈ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫൈനൽസ് കൂടിയ മൂവിയാണ്. ഈ മൂവി സ്ത്രീകൾ, അതുപോലെ കുട്ടികൾ, ഹൃദ്രോഗികൾ മൂവി കാണാനൊക്കെ ശ്രമിക്കുക. പിന്നെ മൂവി കാണാൻ പോകുന്ന പ്രേക്ഷകരോട് 4K ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. നല്ല സൗണ്ട് മിക്സിങ്ങൊക്കെ ഉള്ള, എസ്പെഷ്യലി ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഈ മൂവിയുടെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ടീം നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എസ്പെഷ്യലി ഇതിൻ്റെ ചില സീനിൽ, എസ്പെഷ്യലി ഇതിൻ്റെ പടം തുടക്കം മുതൽ ആണെങ്കിലും അതുപോലെ ഇതിൻ്റെ BGMലായാലും ആക്ഷൻ സീനുകളൊക്കെ രക്ഷയില്ലാത്ത സൗണ്ടാണ് അതിൽ പടത്തിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് ഉണ്ണിമുകുന്ദൻ ആക്ടർ, പുള്ളിയുടെ മാർക്ക് എന്ന ക്യാരക്ടർ പുള്ളി വളരെ കിട്ടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ലാഗും കാര്യങ്ങളൊക്കെ രക്ഷയിലായിരുന്നു. പിന്നെ പുള്ളിക്ക് ഇതിൽ 2 ഇൻട്രോ ഉള്ളത്. ഒരു ഇൻട്രോ സാധാരണ ഒരു തമിഴ് തെലുങ്ക് സ്റ്റൈൽ ഇൻട്രോ ആണ്. സെക്കൻഡ് ഇൻട്രോ വരുന്നത് വളരെ കിട്ടുമായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ചർച്ചിലേക്ക് വരുന്ന സീനുണ്ട്. ആ സീനിലൊരു BGM ഉണ്ട്, ഒരു വേറെ വൈബായിരുന്നു തിയേറ്ററിൽ. പിന്നെ വില്ലന്മാരുടെ ഒരു പടം തന്നെ ഉണ്ടെന്ന് പറയും. വില്ലന്മാർക്ക് ഭയങ്കര ഡെപ്തുള്ള ക്യാരക്ടറാണ് എല്ലാവർക്കും, അതുപോലെ നല്ല പവറുള്ള ക്യാരക്ടറാണ്. പിന്നെ ഇതിലെ BGM രക്ഷയില്ല. വില്ലന്മാർക്കുള്ള ഓരോ ക്യാരക്ടറിനും ഓരോ BGM ആണ്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ജഗദീഷിൻ്റെ ക്യാരക്ടറാണ്. പുള്ളി ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് ക്യാരക്ടറാണ്. പുള്ളി ഫസ്റ്റ് ഷോട്ട് തന്നെ ഒരു പേടി തോന്നിക്കുന്ന ക്യാരക്ടർ, ആ സ്ലാഗും സംഭവമൊക്കെ കെട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അഭിമന്യു എസ് തിലകൻ, പുള്ളിയുടെ ക്യാരക്ടർ, പുള്ളി ഫസ്റ്റ് മൂവിയാണെന്ന് തോന്നുന്നു, പുള്ളി കിട്ടുവായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി പുള്ളിയും ഉണ്ണിമുകുന്ദൻ തമ്മിലുള്ള കോമ്പിനേഷൻ ചെയ്യുന്നുണ്ട്. അതാണ് പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി ഇൻ്റർവൽ പഞ്ചും അതുപോലെ ഇൻ്റർവൽ ശേഷം കുറച്ച് 1-2 സീനുണ്ട്, ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു വില്ലനുണ്ട്, പുള്ളി ഒരു ഹിന്ദി ആക്ടറാണ്, പുള്ളിയും നൈസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുവായിട്ട് പുള്ളി അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൗണ്ട് മിക്സിംഗ് ആയാലും സൗണ്ട് ഡിസൈനിങ് ആയാലും. പിന്നെ അതിലെ BGM ചെയ്യിക്കുന്നത് രവി ബസൂറാണ്. പുള്ളിയുടെ റേഞ്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. KGF പാർട്ട് 1 പാർട്ട് 2 അതുപോലെ സാലഡ് കണ്ട എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ സിനിമാറ്റോഗ്രാഫി വേറെ ലെവലായിരുന്നു. പിന്നെ അനീഫ് അനൂദിൻ്റെ ഡയറക്ഷനും മേക്കിങ്ങും. പിന്നെ പുള്ളിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, പുള്ളിയുടെ സ്റ്റോറിക്ക് ഒരു നോർമൽ ഒരു ക്ലീശ സ്റ്റോറി ആയിരിക്കും, പക്ഷേ പുള്ളിയുടെ മേക്കിംഗ് ഉണ്ട്. പുള്ളി മേക്കിങ്ങിൽ ഒരു വിട്ടുവീഴ്ചയും പുള്ളി ചെയ്യില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് പുള്ളി മേക്കിംഗ്, അതുപോലെ ആർട്ടിസ്റ്റ് ഓരോ പെർഫോമൻസ്, എസ്പെഷ്യലി ഉണ്ണിമുകുന്ദൻ്റെ ആയാലും സിദ്ദീഖിൻ്റെ ആയാലും ജഗദീഷിൻ്റെ ആയാലും ഓരോ ക്യാരക്ടേഴ്സ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും നൈസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വയലൻസ് കൂടിയത് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഹാഫ് തുടക്കം മുതൽ പിന്നെ ക്ലൈമാക്സിലുള്ള സീൻ ഭയങ്കര വല്ലാത്തൊരിതാണ്. എസ്പെഷ്യലി ക്ലൈമാക്സിൻ്റെ ഒരു മുമ്പുള്ള ഒരു 20 മിനിറ്റ് സീനുണ്ട്, വല്ലാത്തൊരു ടച്ച് ആയ സീനാണ് ആ സീന്. അപ്പോൾ ആ സീനിലാണ് ഏറ്റവും കൂടുതൽ വയലൻസ് ഐറ്റം വരുന്നത്. പിന്നെ ഞാൻ ആദ്യം പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഇതൊരു മാസ് ആക്ഷൻ മൂവിയാണ്. അപ്പോൾ ഇതിൽ ലോജിക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ലോജിക് മിസ്റ്റേക്ക് ഒരുപാട് സീൻസ് ഉണ്ട്. ഞാനിതിൻ്റെ നെഗറ്റീവിൽ നിന്ന് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്, പക്ഷേ ഞാനൊന്നും പറയുന്നില്ല. സംഭവം നല്ല മാസ് ആക്ഷൻ മൂവിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എല്ലാ തമിഴ് തെലുങ്ക് കന്നഡ മൂവിയിലൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്നാണ്. പക്ഷേ ഇതിൻ്റെ എനിക്ക് ഏറ്റവും വലിയ പെർഫോമൻസ് നൈസ്, എല്ലാവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വില്ലന്മാർക്കൊരു പവറുണ്ട് സംഭവം, മറ്റുള്ള മൂവീസ് പോലെയല്ല. ഇപ്പോൾ ചില മൂവീസുണ്ട് ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് വില്ലന്മാർ ഒരു കോമഡി പീസാക്കുന്ന സംഭവമുണ്ട്, പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. ഇതിൽ ചില വില്ലന്മാർ ഒരു ഹൈ ലെവലിൽ നിൽക്കുമ്പോൾ അതിൻ്റെ 2 ഇരട്ടി പവറിൽ നായകൻ വരാണ് സംഭവം. അതാണ് ഇവിടുത്തെ ഇപ്പോൾ എനിക്ക് ഇപ്പുറത്തുള്ള വേണ്ടി തോന്നിയത്. പക്ഷേ ഉണ്ണിമുകുന്ദൻ ആക്ടർ പുള്ളി പറഞ്ഞ പക്ഷേ പുള്ളി ആക്ഷൻ സീനിൽ പുള്ളിയുടെ ഒരു മേവായിക്ക് ഉണ്ട്, അത് വേറെ ലെവലാണ്. ഒരു കിട്ടുമായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സ് സീനൊക്കെ കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര ഇതായിരുന്നു, നൈസായിട്ടുണ്ടായിരുന്നു. ആ ബോഡി കാണിക്കുന്ന സീനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരു സൽമാൻ്റെ സ്റ്റൈലൊക്കെ, സൽമാൻ്റെ മൂവി ഉണ്ടല്ലോ ഹിന്ദി, പുള്ളിയുടെ പടത്തിലെങ്ങാണ് ക്ലൈമാക്സിൽ അതുപോലെ സീനൊക്കെ പടത്തിലുണ്ട്. ഞാൻ അത് സ്പോയിലർ വെച്ച് പറയുന്നതല്ല, പക്ഷേ വന്നപ്പോൾ പറഞ്ഞതാണ്. എനിക്ക് ഈ പടം തിയേറ്ററിൽ നല്ല വർക്കായ മൂവിയാണ്. എസ്പെഷ്യലി ഞാനെല്ലാ മൂവി കാണാവുന്ന ആളാണ്. സ്ലോ മൂവി ആയാലും ആക്ഷൻ മൂവി ആയാലും കോമഡി ആയാലും ഒക്കെ കാണുന്ന ആളാണ്. എനിക്ക് മൂവി നല്ല വർക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും